ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ സൈനികപരമായും രാഷ്ട്രീയപരമായും അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക എന്ന രീതിയിലാണ് ഇപ്പോൾ ജർമ്മൻ ചാൻസലർ സംസാരിക്കുന്നത്. ജർമ്മൻ ചാൻസലർ സ്മിർസ് പറയുകയാണ്, അമേരിക്കൻസ് ഹ്യൂമിലിയേറ്റഡ് ബൈ ഇറാൻ. അമേരിക്കയെ ഇറാൻ ഇപ്പോൾ അപമാനിച്ചിരിക്കുകയാണ്. ട്രംപ് ഹാസ് നോ എക്സിറ്റ് സ്ട്രാറ്റജി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു പടുകുഴിയിൽ നിന്ന് ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തന്ത്രവും ഇല്ല എന്നാണ്. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ പറയുന്നത്, ഇറാനിയൻസ് ആർ വെരി സ്കിൽഡ് അറ്റ് നെഗോഷിയേറ്റിംഗ്. ആ ചർച്ചകൾ നടത്താൻ ഏറ്റവും വലിയ സ്കില്ലുള്ളവരാണ് ഇറാനികൾ. മാത്രമല്ല, US അഡ്മിനിസ്ട്രേഷൻ ലാക്സ് എ ട്രൂലി കൺവിൻസിംഗ് സ്ട്രാറ്റജി ഇൻ ദി ടോക്സ്. അതേസമയം അമേരിക്കക്കാരാവട്ടെ ഈ ചർച്ചയിൽ ഒരു ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തന്ത്രവും അവർക്ക് മുന്നോട്ട് വെക്കാൻ ഇല്ല എന്നാണ് പറയുന്നത്. ഓരോ ഘട്ടത്തിലും ചർച്ചയിലാണെങ്കിലും യുദ്ധത്തിലാണെങ്കിലും അമേരിക്കയെക്കാൾ ഒരു പടി മുന്നിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. ചർച്ചയാവട്ടെ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് മുന്നിൽ വെക്കുന്ന ഏതെങ്കിലും പ്രപ്പോസലുകളാവട്ടെ, ഇതിലെല്ലാം ഒരു പടി മുന്നിൽ ഇറാൻ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. അതേസമയം അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല. ഇറാൻ മുന്നോട്ട് വെക്കുന്ന സൈനിക ഇടപെടലുകൾ വളരെ കൃത്യമാണ്. അത് സിവിലിയന്മാർക്ക് നേരെയല്ല. അതേസമയത്ത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, അതേസമയം അമേരിക്കയും ഇസ്രയേലും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനും അതിന് തിരിച്ചാക്രമണം നടത്തുന്നു. എന്നാലും ലോകത്തിന് അത് ബോധ്യപ്പെടുന്നു എന്തുകൊണ്ട് ഇറാൻ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ തിരിച്ചടിക്കുന്നു എന്ന്. ഇത് ബോധ്യപ്പെടുത്താൻ അമേരിക്കക്കോ ഇസ്രയേലിനോ സാധിച്ചിട്ടില്ല. മെർസ് പറയുന്നു, he did not believe the US could end the war in Iran quickly. ഈ യുദ്ധത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പെട്ടെന്ന് തലയുരാൻ കഴിയില്ല, യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല. Because the Iranian are obviously stronger than expected. നമ്മൾ കരുതിയതിലേറെ എത്രയോ ശക്തരാണ് ഇറാനികൾ എന്നാണ്. ഈ യുദ്ധത്തിലൂടെ ഇറാൻ വളരെ ശക്തമായ രാഷ്ട്രമാണ് എന്ന് ഇപ്പോൾ ജർമ്മനി സമ്മതിക്കുകയാണ്. ഈ കാര്യമാണ് കഴിഞ്ഞ ദിവസം അബ്ബാസ് അറാഖ്ജി, അതായത് ഇറാന്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇറാൻ ലോകത്തെ വലിയൊരു ശക്തിയാണ് എന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ആ കാര്യം തന്നെയാണ് ജർമ്മനിയും പറയുന്നത്. ജർമ്മനി ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രമല്ല, അതേസമയത്ത് അമേരിക്കയുടെ സഖ്യ രാഷ്ട്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന അമേരിക്കക്കാർ അവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയ രീതിയിൽ ഒരു കാര്യവും ചർച്ചകളിൽ പോലും മുന്നോട്ട് വെക്കാൻ ഇല്ല എന്നാണ്. ചർച്ചകൾ എങ്ങനെ കൊണ്ടുപോകണം, എന്താണ് ചർച്ച ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള യാതൊരു ബോധവും ഇല്ലാതെയാണ് അമേരിക്ക ചർച്ചയിലേക്ക് വരുന്നത്. ഇവരെ യഥാർത്ഥത്തിൽ ഇറാൻ അപമാനിച്ചിരിക്കുകയാണ്. അമേരിക്ക എന്ന് അറിയപ്പെടുന്ന ലോകത്തെ ഒരു വലിയ രാഷ്ട്രത്തെയാണ് ചർച്ചകളിലും സൈനിക നടപടികളിലും അമേരിക്കയെ അപമാനിച്ചിരിക്കുന്നത്, വഷളാക്കിയിരിക്കുന്നത്. ലോകത്തെ അമേരിക്കയുടെ ശക്തി അതവർ ചോദ്യം ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല, ചർച്ചകളിലുള്ള തന്ത്രപരമായ നീക്കങ്ങളിൽ പോലും അമേരിക്കയെ പരാജയപ്പെടുത്താൻ ഇറാന് സാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ യുദ്ധത്തിൽ ലോക ശക്തിയാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ ശക്തിയാണ് തകർന്നടിഞ്ഞിരിക്കുന്നത്. ഇത് ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ഇറാന് സാധിച്ചു എന്നതാണ് ഇറാൻ ഈ യുദ്ധത്തിലൂടെ ചെയ്തിട്ടുള്ളത്.